So, hi all, നമുക്ക് പ്രോബ്ലം സെഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. A force of 4i plus 3j Newton displaces a body through 3i plus 4j meter in 3 seconds. Okay, the work done in this process is. അപ്പോൾ ഒക്കെ വെക്റ്റർ ആയിട്ട് തന്നിട്ടുള്ളത്. ഇപ്പൊ തന്നെ എന്തൊക്കെയാണ് ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്ര ഫോഴ്സ്? F is equal to 3i, okay, sorry, 3i അല്ല 4i plus 3j ആണ് ഫോഴ്സ്. എത്ര തന്നിട്ടുള്ളത്? 4i plus എന്താണ്? 3j ആണ് ഫോഴ്സ്. ഓക്കെ, 4i plus 3j ആണ് ഫോഴ്സ് എന്നുള്ളത്. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. സോ അതും തന്നിട്ടുണ്ട്. എത്ര? 3i പ്ലസ് എത്ര? 4j ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മൊത്തം ടൈം എത്രയാണ്? t is equal to 3 സെക്കൻഡ്. സോ അതിന് അവിടെ റോൾ ഇല്ല, കാരണം നമുക്ക് വർക്ക് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. സോ വാട്ട് ഈസ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ വർക്ക്? ദാറ്റ് ഈസ് w is equal to f dot s. ഓക്കെ, f dot s ആണ്. സോ ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? നമ്മളെ ഓൾറെഡി നമ്മുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ w is equal to എന്ത് വരും? f dot s. ഓക്കെ, അതായത് ഈ രണ്ട് ഐന്റെ കമ്പോണന്റ് രണ്ടും ഇൻറ്റു ചെയ്യും, പ്ലസ് ഇവിടെ ജെന്റെ കമ്പോണന്റ് രണ്ടും ഇൻറ്റു ചെയ്യും, പ്ലസ്. സോ അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഇവിടെ ഐയും നോക്കണ്ട, ജെയും കൂട്ടണ്ട. ഓക്കെ, സോ എഫ് ഡോട്ട് എസ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം? ഈ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ വീഡിയോ കാണുക. ഓക്കെ, അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ ഇപ്പോൾ എഫ് ഡോട്ട് എസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഐകളെ കോഎഫിഷ്യന്റുകളെ പ്ലസ് ചെയ്യുക, പിന്നെ ജെകളെ കോഎഫിഷ്യന്റുകളെ ഐന്റെ കോഎഫിഷ്യന്റുകളെ നിങ്ങൾ ഇൻറ്റു ചെയ്യുക, പ്ലസ് ജെകളെ കോഎഫിഷ്യന്റുകളെ നിങ്ങൾ ഇൻറ്റു ചെയ്യുക. സോ ഐകളെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 4 into 3 എത്ര? 12 ആണ്. സോ 12 പ്ലസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് പ്ലസ് ഇട്ടത്, പ്ലസ് 4 into 3 ജെന്റെ കോഎഫിഷ്യന്റുകളെ ഇൻറ്റു ചെയ്യുക. സോ 4 into 3 എത്ര? 12 ആണ്. സോ the work done is 12 plus 12, that is equal to 24. Okay, 24 എന്താണ്? ജൂൾ ആണ് ആൻസർ വരിക. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ടൈം 3 സെക്കൻഡ് എന്ന് എഴുതിയിട്ടുള്ളത്. സോ അത് നിങ്ങളൊരു വലിയ കാര്യമാക്കിയിട്ട് എടുക്കണ്ട. ഓക്കെ, സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ തീർത്തു. സോ ഇത്രേ ഉള്ളൂ. ഇത് നീറ്റിനൊക്കെ കയറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പുച്ഛം ഉണ്ടാവും എന്നോട്, ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോക്കുക, കാരണം എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, ഇത് കുറച്ച് മുറ്റായ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. എ കോഡ് ഈസ് യൂസ്ഡ്. കോഡ് എന്ന് പറഞ്ഞാൽ ഒരു വയറും കഷ്ണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വയർ എന്തെങ്കിലും ഈസ് യൂസ്ഡ് ടു ലോവർ വെർട്ടിക്കലി എ ബ്ലോക്ക്. ഒരു കോഡ് നമ്മൾ ഈസ് യൂസ്ഡ് ടു ലോവർ എ വെർട്ടിക്കലി എ ബ്ലോക്ക് ഓഫ് മാസ് m ത്രൂ എ ഡിസ്റ്റൻസ് at a constant acceleration g/4. At a constant acceleration g/4. The work done by the force on the code is. ഓക്കെ, കോഡ് എന്ന് പറഞ്ഞ ഒരു വയറായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. സോ ഒരു മാസ് ഉണ്ട്. ഓക്കെ, ഒരു മാസ് എം തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു മാസ് എം തന്നിട്ടുണ്ട്. ഓക്കെ, അതിവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നതാണ്. ഒരു മാസ് എം തന്നിട്ടുണ്ട്. ഓക്കെ, ആ മാസ് എം ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ മാസ് എം ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് അത് എവിടെയോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എവിടെയോ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? തൂക്കിയിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുകയാണ്. ഓക്കെ, സോ അല്ലാതെ വെറുതെ വായുവിലൊന്നും മാസ് നിൽക്കൂല. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഒബിയസ്ലി ഇനി ഇവിടെ എന്തായാലും മാസ് താഴോട്ടാണുള്ളത്. സോ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് താഴോട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ഉണ്ടാവും. സോ ഏതൊരു ബോഡി ആയിക്കോട്ടെ, ഒരു കയർമലോ എന്തെങ്കിലും തൂക്കിയിട്ടാൽ സ്വാഭാവികമായിട്ടും താഴോട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ഉണ്ടാവും. m എന്ന് പറഞ്ഞാൽ ആ ബോഡിന്റെ മാസ് ആണ്, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിങ്ങനെ തൂക്കിയിടണമെന്നൊന്നുമില്ല. സപ്പോസ് ഒരു സർഫസിൽ ഒരു മാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ മാസിനും എന്തുണ്ടാവും? താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, mg. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. സോ തൂക്കിയിട്ടാലും ശരി, ഗ്രൗണ്ടിൽ വെച്ചാലും ശരി, എർത്തിൽ വെച്ചാൽ എന്തായാലും താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതൊരു കോഡാണ്. ഒരു കോഡാണ് അല്ലെങ്കിൽ ഒരു കയറാണ്. ഒരു കോഡാണ് അല്ലെങ്കിൽ ഒരു കയറാണ്. സോ ഒരു കോഡിലൂടെയോ അല്ലെങ്കിൽ കയറിലൂടെയോ അല്ലെങ്കിൽ സ്ട്രിങ്ങിലൂടെയോ അല്ലെങ്കിൽ ത്രെഡിലൂടെയോ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ പേരാണ് ടെൻഷൻ. ടെൻഷൻ നേരെ ഈ സ്ട്രിങ്ങിലൂടെ ആയിരിക്കും പോവുക. സോ ടെൻഷന് ടി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ടെൻഷന് നേരെ ഈ സ്ട്രിങ്ങിലൂടെയാണ് പോവുക. ഓക്കെ, സോ ഇതിങ്ങനെ നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താ സംഭവിച്ചത്? എ കോഡ് ഈസ് യൂസ്ഡ് ടു ലോവർ വെർട്ടിക്കലി എ ബ്ലോക്ക് ഓഫ് വയർ m ത്രൂ എ ഡിസ്റ്റൻസ് അറ്റ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ g/4. അതായത് നമ്മൾ എന്ത് ചെയ്തു? താഴോട്ട് ഏതോ ഒരു ഫോഴ്സ് വെച്ചിട്ട് ഒരു ഫോഴ്സ് എന്ത് ചെയ്തു? താഴോട്ട് അങ്ങനെ ഇതിനെ പിടിച്ചു വലിച്ചു. ഇങ്ങനെ പിടിച്ചു വലിച്ചപ്പോൾ താഴോട്ട് പോയ ആക്സിലറേഷൻ എന്ന് പറയുന്നത് g/4 ആണ്. ഓക്കെ,
താഴോട്ട് നമ്മൾ വലിച്ച ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് g/4 ആണ്. ആക്സിലറേഷൻ താഴോട്ട് നമ്മളൊരു ഫോഴ്സ് പിടിച്ചിട്ട് താഴോട്ട് വലിച്ചു. ഓക്കെ, സോ താഴോട്ട് ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുമ്പോൾ താഴോട്ട് പോയ ആക്സിലറേഷൻ എന്ന് പറയുന്നത് g/4 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ കോഡ് ഈസ്. ഓക്കെ, അതായത് ഇതിനെ പിടിച്ചിട്ടാണ് താഴോട്ട് നമ്മൾ വലിച്ചത്. ഓക്കെ, സോ ഈ ഫോഴ്സ് ഏകദേശം, അതായത് ഈ ഫോഴ്സ് ചെയ്ത വർക്ക് സത്യത്തിൽ ഈ ടെൻഷൻ ആണ്. ഇവിടെ ടെൻഷൻ കണ്ടല്ലോ. ഓക്കെ, ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ കോഡീസ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ടെൻഷന് എതിരായിട്ടാണ് ഒരു ഫോഴ്സ് കൊടുത്തത്. സോ ഇത് ഇവിടുന്ന് പിടിച്ച് താഴോട്ട് വലിക്കാൻ, ഒരു ആക്സിലറേഷൻ g/4 താഴോട്ട് വലിക്കാൻ ഉള്ള വർക്ക് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വർക്ക് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ സാധാ പോലെ നിൽക്കുന്ന സ്ഥാനത്തിന് ഞാൻ താഴോട്ട് പിടിച്ചൊരു ഫോഴ്സ് വെച്ച് വലിച്ചു. സോ അപ്പോൾ g/4 ആക്സിലറേഷൻ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് മീൻസ് ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്ത വർക്ക് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും വർക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എത്ര വർക്ക് കാണാനുള്ള ഇക്വേഷൻ W = Fs cos θ എന്നാണ്. Fs cos θ. സോ നമുക്ക് ഇവിടെ F കിട്ടണം. ഓക്കെ, F കിട്ടണം. അപ്പൊ F എങ്ങനെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. F എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ ടെൻഷൻ ആണ്. കാരണം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷൻ ആണ്. കാരണം ഇതിവിടെ പ്രത്യേകം പറയുന്നുണ്ട് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ കോഡുമുള്ള ഫോഴ്സ് ആണ്. കോഡുമുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്. സോ നമുക്ക് ഇവിടെ ടെൻഷൻ കാണണം. സോ ടെൻഷൻ എങ്ങനെ കാണുമെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഒരു ബോഡി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ബോഡി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് അനങ്ങുന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങോട്ടൊരു ടെൻഷൻ T ഉണ്ടാവും, ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് mg ഉണ്ടാവും. സോ ഇങ്ങനെ ആവുമ്പോൾ T = എന്തായിരിക്കും, mg ആയിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. T = mg ആയിരിക്കും. അതായത് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യാതെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ T = mg ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇനി അതല്ല, ഒരു സമയം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇതേപോലെ തൂക്കിയിട്ട് വെക്കുകയാണ്. ഇങ്ങോട്ട് ടെൻഷൻ ഉണ്ട്, താഴോട്ട് എന്തുണ്ട്, ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ഈ സാധനത്തിനെ താഴോട്ട് പിടിച്ച് വലിച്ചാൽ, ഒരു ആക്സിലറേഷൻ A വെച്ചിട്ട് താഴോട്ട് പിടിച്ച് വലിച്ചാൽ, അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് mg - T = ma ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സാധനത്തിന് ഇങ്ങനെ തൂക്കിയിട്ട് വെക്കുകയാണ്. സോ ആ സാധനത്തിന് ഞാൻ എന്ത് ചെയ്തു, താഴോട്ട് പിടിച്ച് വലിച്ചാൽ നമുക്ക് mg - T = ma എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് വരിക. ഇത് എങ്ങനെ വരും എന്നുള്ളത് ലോസ് ഓഫ് മോഷനിൽ പറഞ്ഞുതരും. ഇപ്പൊ അതിനെ പറ്റി നിങ്ങൾ ബോധറാവണ്ട. ഓക്കെ, സോ mg - T = ma ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ mg ആദ്യം വരാൻ കാരണം എന്നറിയോ? നമ്മൾ താഴോട്ട് പിടിച്ച് വലിച്ചപ്പോൾ എന്ത് ചെയ്തു, mg താഴോട്ടുള്ള ഡയറക്ഷൻ ആണ്. സോ ആ ഫോഴ്സ് ഇതിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഈ സാധനം താഴോട്ട് വന്നത്. സോ mg മൈനസ് ഇവിടുത്തെ ഈ T എന്ന് പറഞ്ഞ ടെൻഷൻ = താഴോട്ട് വലിക്കാൻ കാരണമായ ആക്സിലറേഷൻ ma ആണ്. ഓക്കെ, അപ്പൊ mg - T = ma. സോ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ എങ്ങനെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? സോ mg - T = ma. ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A = g/4 ആണ് അല്ലെ. സോ mg - T = A എന്ന് പറഞ്ഞാൽ m × A എന്ന് പറഞ്ഞാൽ g/4 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ - T നെ ഇങ്ങോട്ട് എടുത്തു, +T നെ ഇങ്ങോട്ടും എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും, mg - mg/4 = എന്ത് കിട്ടും, ടെൻഷൻ കിട്ടും. ടെൻഷൻ ആണ് ഇവിടുത്തെ ഫോഴ്സ്. സോ mg - mg/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ by 1 ആണല്ലോ. സോ 4mg ഓക്കെ -mg/4 എന്ത് കിട്ടും, ടെൻഷൻ കിട്ടും. 4mg - mg എന്ന് പറഞ്ഞാൽ 3mg ആണ്. സോ ടെൻഷൻ = 3mg/4 ആണ്. സോ നമുക്ക് വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, W എന്താണ്, Fs cos θ എന്നാണ്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞ ടെൻഷൻ ആണ്. സോ ടെൻഷന്റെ വാല്യൂ ഇവിടെ കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ തൊട്ട് ഇതുവരെ താഴോട്ട് വന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് D എന്ന് എടുക്കാം. ഓക്കെ, അത് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് അങ്ങനെ നിങ്ങൾ D എന്ന് എടുത്താൽ മതി. ഓക്കെ, ത്രൂ എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. സോ ഡിസ്റ്റൻസ് എന്താണ്, D ആണ്. ഓക്കെ, സോ നമുക്ക് S എത്ര കിട്ടി, S ഇവിടെ D എന്നും കിട്ടി. ഇനി തീറ്റ കിട്ടണം. എന്ത് കിട്ടണം, തീറ്റ കിട്ടണം. തീറ്റ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞ ടെൻഷൻ അത് മുകൾക്കാണ്. ഈ സാധനം പിടിച്ചു വലിച്ചപ്പോൾ ഈ ബ്ലോക്ക് മൊത്തം താഴോട്ടാണ് പോയത്. അതായത് ഇവിടുന്ന് നേരെ താഴോട്ടാണ് ഇങ്ങനെ പോകുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. സോ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. സോ ഇതിന്റെ ആംഗിൾ, ഇവിടുത്തെ നമ്മളുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ θ = 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ ഇടയിലുള്ള ആംഗിൾ.
ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ് മുകൾക്ക്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ താഴോട്ട് ആണ് വലിക്കുന്നത്. സോ താഴോട്ടാണ് പോവുക. സോ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു എത്ര വരും? 180 ഡിഗ്രി എന്ന് വരും. സോ എല്ലാം കിട്ടി. ഓക്കെ, സോ ടെൻഷൻ കിട്ടി, എല്ലാം കിട്ടി. ഇനി നമുക്ക് ഫോഴ്സ് മാത്രം കണ്ടാൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? സോ നമുക്ക് ഇനി ഫോഴ്സ് കാണും. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ്? പറയുക വർക്ക് കാണും. സോ വർക്ക് ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു എഫ്. എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്. എത്ര? 3mg/4 ആണ്. സോ 3mg/4 into ഡിസ്പ്ലേസ്മെന്റ് d ആണ് ഇൻറ്റു കോസ് 180. ഓക്കെ, കോസ് 180 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഓക്കെ, കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. അറിയാത്ത രീതിക്ക് കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ വർക്ക് ഈസ് ഈക്വൽ ടു 3mgd/4 ഇൻറ്റു കോസ് 180 പറഞ്ഞാൽ -1 ആണ്. സോ ആ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ആ ഒരു പൊസിഷൻ g/4 ആക്സിലറേഷനെ താഴേക്ക് വലിക്കാനുള്ള ആക്സിലറേഷൻ വെച്ച് വലിക്കാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് -3mgd ഹോൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, mg - t is equal to m എന്നുള്ള ഈ സംഭവം മാത്രം നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആണ്. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ 22ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 22ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇതെന്താ പറയുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ഫോഴ്സ് ഫീൽഡ് ഈസ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. എത്ര? പൊട്ടൻഷ്യൽ U ഈസ് ഈക്വൽ ടു A/R മൈനസ് B/ എന്തായിരിക്കും? R² ആണ്. U ഈസ് ഈക്വൽ ടു A/R മൈനസ് B/R², where A and B are constant. A യും B യും കോൺസ്റ്റന്റ് ആണ്. ആൻഡ് R ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ സെന്റർ ഓഫ് ദ ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ. അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഈ ആറിന്റെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ആറിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് കണ്ടാൽ, ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നിങ്ങൾ കണ്ടാൽ, ഓക്കെ, അതിനർത്ഥം du/dx ഈസ് ഈക്വൽ ടു 0 ആണ്. du/dx ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, du/dx ഈസ് ഈക്വൽ ടു 0. അതായത് പൊട്ടൻഷ്യൽ എനർജിനെ ഡിസ്റ്റൻസ് ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് 0 ആയിരിക്കും. ഇവിടെ എക്സിന് പകരം R ആണുള്ളത് അല്ലെ. സോ ഇവിടെ എന്ത് വരും? ഇക്വേഷൻ. സോ ഇവിടെ എന്ത് വരും? du/ എന്ത് വരും? എക്സിന് പകരം R ആണ്. dr എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് യുവിന് പകരം എന്ത് കൊടുക്കണം? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കൊടുക്കും? d/dr ഓഫ് യുവിന് പകരം നമ്മൾ കൊടുക്കണം. സോ എന്ത്? dr ഓഫ് യുവിന് പകരം എന്താണ് കൊടുക്കേണ്ടത്? യുവിന് പകരം ആരൊക്കെ ഉണ്ട് ഇവിടെ? യുവിന് പകരം A/R മൈനസ്. ഓക്കെ, A/R മൈനസ് എന്ത് കിട്ടി? A/R മൈനസ് B/ എന്താണ്? R² ആണ്. U is equal to A/R മൈനസ് B/ എന്താണ്? R² ആണ്. ഓക്കെ, B/R². ഇനി നമ്മൾ ഇതിനെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം d/dr ഇൻറ്റു A/R മൈനസ് d/dr ഇൻറ്റു B/R². സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും? d/ എന്താ പറയാ? dr ഇൻറ്റു A/R. ഓക്കെ, മൈനസ് അടുത്തത് d/dr ഇൻറ്റു എന്തായിരിക്കും? B/R² എന്നായിരിക്കും. ഓക്കെ, എയും ബിയും കോൺസ്റ്റന്റ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നമ്മൾ എനെ പുറത്തെടുക്കും ആദ്യം. സോ A ഇൻറ്റു എന്ത് കിട്ടി? d/dr ഓഫ് എന്താ കിട്ടിയത്? d/dr ഓഫ് ഇവിടെ 1/r ആണ്. ഓക്കെ, 1/r മൈനസ് ഇവിടെ ബിനെ പുറത്തെടുക്കുകയാണ്. ഓക്കെ, ബിയും കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു എന്ത് കിട്ടി? ബിനെ കോൺസ്റ്റന്റ് ആണ്. സോ ബ്രാക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. മൈനസ് d/dr ഓഫ് എന്താണ്? 1/R² ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് കാണണം? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് d/dr ഓഫ് 1/r. ഓക്കെ, d/dr ഓഫ് 1/r. ഓക്കെ, അപ്പോൾ നമ്മള് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഒന്നുമില്ല, d/ എന്താ പറയാ? dr ഓഫ് 1/r എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ -1/r² ആണ്. ഓക്കെ, അത് ഡിഫറൻഷ്യൽ ആണ്, നിങ്ങളെ പഠിക്കും. അടുത്തത് d/dr ഓഫ് എന്താ പറയാ? 1/r² എന്ന് പറയുന്നത് -2 എന്താണ്? r³ ആണ്. ഓക്കെ, സോ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ വെച്ചാ d/dr ഓഫ് 1/r⁴n എന്ന് പറയുന്നുണ്ടെങ്കിൽ 1/r⁴n. ഓക്കെ, 1/r⁴n ആട്ടോ. n എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ -n ഹോൾ ഡിവൈഡഡ് ബൈ r⁴n+1 ആണ്. ഓക്കെ, -n ഹോൾ ഡിവൈഡഡ് ബൈ r⁴n+1. സോ ഇതാണ് അതിന്റെ ഇക്വേഷൻ. സോ 1/r² എന്ന് പറഞ്ഞാൽ n2 ആണ് അല്ലെ, n2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? -n പറഞ്ഞാൽ -2/r².
r⁻²+1 അതായത് r⁻²+1 എന്ന് പറഞ്ഞാൽ r⁻3 ആണ്. സോ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇത് രണ്ടും നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. സോ എന്ത് കിട്ടും? a ഇൻറ്റു d/dr ഓഫ് 1/r എന്ന് പറഞ്ഞാൽ എത്ര? -1/r² ആണ്. a ഇൻറ്റു -1/r² മൈനസ് ഓഫ് v ഇൻറ്റു d/dr ഓഫ് 1/r² എന്ന് പറഞ്ഞാൽ -2/r³ ആണ്. -2/r³. അത് ഈക്വൽ ടു 0 ആണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ du/dr 0 ആണ്, അല്ലെങ്കിൽ du/dx 0 ആണ്. ഓക്കെ, ഇനി സിമ്പിൾ ആണ്. a ഇൻറ്റു -1 മൈനസ് a ആണ്. സോ -a/r². ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. സോ പ്ലസ് 2 ഇൻറ്റു b 2b ബൈ എന്താ പറയാ r³ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2b/r³ ഈസ് ഈക്വൽ ടു ഈ മൈനസിന് മൊത്തം നമ്മൾ ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും? a/r² എന്ന് കിട്ടും. ഓക്കെ, a/r² എന്ന് കിട്ടും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വളരെ സിമ്പിൾ ആണ്. ഈ r² ഇവിടെ r³ ഉണ്ട്, അപ്പൊ അത് വെട്ടി. സോ നമുക്ക് r ആണ് കാണേണ്ടത്. ഓക്കെ, സോ r-നെ ഇങ്ങോട്ട് എടുത്തു, a-നെ താഴെ കൊടുത്തു. സോ r ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2b/a എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്? r ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2b/a എന്ന് കിട്ടും. സോ ഇത്ര പരിപാടിയുള്ളൂ. സോ r ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2b/a എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളെ കണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇതാണ് നമ്മളെ ആൻസർ. നമ്മൾ ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. സോ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു, 2b/ എന്ത് കിട്ടി? a എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ. ഓക്കെ, പ്രൊജക്ടൈൽ എന്തോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു പ്രൊജക്ടൈൽ, ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി. സോ ഒരു ബോഡി ഉണ്ട്, അത് പ്രൊജക്റ്റഡ് അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി. സോ ഒരു ബോഡിയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. സോ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബോഡിനെ എന്ത് ചെയ്തു? നേരെ മുകൾക്ക് ഇങ്ങനെ അപ്വേർഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്തു. ഓക്കെ, അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി. വെലോസിറ്റി സപ്പോസ് അവിടെ വെച്ച വെലോസിറ്റി സപ്പോസ് ഞാൻ അതിനെ u1 എന്ന് എടുക്കുകയാണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് അപ്വേർഡ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത വെലോസിറ്റി u1 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അനദർ ബോഡി ഓഫ് സെയിം മാസ്. സോ ഈ ഒരു m എന്നുള്ള മാസിനെയാണ് ഞാൻ ഇങ്ങോട്ട് വിട്ടത്. സോ അതേ ഒരു മാസിനെ തന്നെ ഓഫ് സെയിം മാസ് ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. അപ്പൊ വേറൊരു ബോഡിനെ ഞാൻ അതേപോലെ എന്ത് ചെയ്തു? എടുത്ത് ഇതേപോലെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. ഓക്കെ, ഈ സാധനത്തിന് വേറൊരു മാസിനെ ഞാൻ എന്ത് ചെയ്തു? ഇതേപോലെ തന്നെ എടുത്ത് പറഞ്ഞയച്ചു. എങ്ങനെ? അറ്റ് 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ ദ ടു ബോഡീസ് റീച്ച് അറ്റ് സെയിം ഹൈറ്റ്. ഒന്നാമത്തെ ബോഡി ഈ ഒരു ഹൈറ്റിൽ എത്താണെങ്കിൽ രണ്ടാമത്തെ ബോഡിനെ ഞാൻ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടാണ് പറഞ്ഞയച്ചത്. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട്. എങ്ങനെ പ്രൊജക്ട് ചെയ്ത് മനസ്സിലായത്? ഇത് അനദർ ബോഡി ഓഫ് സെയിം മാസ് ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, സോ 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. സോ വെർട്ടിക്കലിനായിട്ടുള്ള ആംഗിൾ ആണ് അത്ര 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലിനായിട്ടുള്ള ആംഗിൾ ആണ്. രണ്ട് ബോഡിയും സെയിം ഹൈറ്റിൽ റീച്ച് ചെയ്തു. സോ രണ്ട് ബോഡിയും എന്താണ്? സെയിം ഹൈറ്റിൽ റീച്ച് ചെയ്താൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജീസ്? കൈനറ്റിക് എനർജീസ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഉണ്ട് കേട്ടോ. അവിടെ ഇനീഷ്യൽ എന്ന് കൊടുക്കണേ. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. സോ ഇവിടെ ഒന്നാമത്തെ കേസ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ കേസ് ഉണ്ട്. സോ കൈനറ്റിക് എനർജി കാണാൻ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ½ mv² ആണ്. ഓഫ് ഹാഫ് എന്താ പറയാ mv² ആണ്. ഇവിടെ എന്താ പറയാ u ആണ്. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mu² എന്ന് കൊടുക്കാം. ഹാഫ് എന്താണ്? mu² എന്ന് കൊടുക്കാം. സോ ഒന്നാമത്തെ ബോഡിന്റെ കൈനറ്റിക് എനർജി ke1 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു u1² എന്ന് കൊടുത്തു. രണ്ടാമത്തിന് ke2 ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു u2² എന്ന് കൊടുത്തു. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫും കട്ടായി, എമ്മും കട്ടായി. സോ നമുക്ക് ആര് മാത്രം കണ്ടാൽ മതി? കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ബൈ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി ഈസ് ഈക്വൽ ടു u1² ബൈ എന്താണ്? u2² ആണ്. ഓക്കെ, u1² ബൈ u2² ആണ്. ഓക്കെ, അത് കാണാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അത് കാണാൻ വളരെ എളുപ്പമാണ്. സോ രണ്ടാമത്തെ ബോഡി വിട്ട വെലോസിറ്റി ആണ് u2. രണ്ടാമത്തെ ബോഡി വിട്ട വെലോസിറ്റി ആണ് u2 ആണ്. ഓക്കെ, സോ ആദ്യത്തെ ബോഡി ഇവിടുന്ന് നേരെ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വിട്ടാൽ 1 ഡയമെൻഷൻ ആണ്. സോ അത് എത്തുന്ന ഹൈറ്റ് ക്യാപിറ്റൽ H ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? u²/2g ആയിരിക്കും. ഓക്കെ, ഒരു ബോഡിനെ താഴത്തുനിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കറക്റ്റ് സ്ട്രൈറ്റ് ലൈനായിട്ട് മുകൾക്ക് വെട്ടാൽ അത് എത്തുന്ന ഹൈറ്റ് H ഈസ് ഈക്വൽ ടു u²/2g ആയിരിക്കും. സോ ഇത് ഒന്നാമത്തെ കേസ് ആട്ടോ. സോ ഇവിടെ u²ന് u1² ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു u1² എന്ത് കിട്ടി? 2g എന്ന് കിട്ടി. ഓക്കെ, പിന്നെ അടുത്തത് പ്രൊജക്ടൈൽ ആണ്. ഒരു പ്രൊജക്ടൈലിന്റെ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ, രണ്ടാമത്തെ ബോഡി കേട്ടോ. പ്രൊജക്ടൈലിന്റെ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? u² sin² എന്താ പറയാ തീറ്റ ഓൾ ഡിവൈഡ് ബൈ എന്തായിരിക്കും? 2g ആയിരിക്കും. ഓക്കെ, രണ്ട് ഹൈറ്റും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ രണ്ടാമത്തെ ബോഡി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? u2² എന്ന് കൊടുത്തു. H ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി?
യു സ്ക്വയറിന് പകരം ആര് കൊടുത്തു? u2 സ്ക്വയർ ഒന്ന് കൊടുത്തു. സോ u2 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. തീറ്റ എത്ര വരിക? തീറ്റ ക്വസ്റ്റ്യനിലെ 60 ആണ്. ബട്ട് തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു എക്സ് ആക്സിസും ഇതും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഓക്കെ, ഇത് മൊത്തം 90 ഡിഗ്രി ആണ്. സോ ഇതുവരെ 60 ഡിഗ്രി ആണെങ്കിൽ ഓബിയസ്ലി ബാക്കിയുള്ളത് 30 ഡിഗ്രി ആയിരിക്കും. സോ തീറ്റ എത്രയാണ്? 30 ഡിഗ്രിയാണ്. സോ സൈൻ സ്ക്വയർ 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ബോഡിന്റെ ഹൈറ്റും ഒന്നാമത്തെ ബോഡിന്റെ ഹൈറ്റും ഈക്വൽ ആണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ബോഡിന്റെ ഹൈറ്റ്. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. രണ്ട് ഈക്വൽ ആണ്. സോ 1 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, രണ്ടിന്റെ ആർച്ചസ് ഇക്വേറ്റ് ചെയ്യാം. സോ u1 സ്ക്വയർ ബൈ എന്താ പറയാ 2g ഈസ് ഈക്വൽ ടു u2 സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഓൾ ഡിവൈഡ് ബൈ, ഇവിടെ 2g ഉണ്ട് കേട്ടോ, ഇവിടെ ഡിവൈഡ് ബൈ 2g ഉണ്ടല്ലോ, അവിടെ 2g ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? 2g എന്ന് കിട്ടി. ഓക്കെ, താഴെ 2g കൊടുക്കാൻ മറന്നാണ്. u1 സ്ക്വയർ ബൈ u2 സ്ക്വയർ ആ കാണാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ വെട്ടാനുള്ളതൊക്കെ വെട്ടി കളയാം. രണ്ടോടത്തും 2g ഉണ്ട്. ഇപ്പൊ 2g വെട്ടി കളഞ്ഞു. സോ u1 സ്ക്വയർ ഈസ് ഈക്വൽ ടു u2 സ്ക്വയർ ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്ര? 1/2 ആണ്. സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, സോ u1 സ്ക്വയർ ബൈ u2 സ്ക്വയർ, അപ്പൊ 1/4 അവിടെ വെച്ചിട്ട് u1 സ്ക്വയർ ബൈ ഇതിനെ താഴെ ഇങ്ങോട്ട് എടുത്തു. സോ u2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1/4 കിട്ടും. സോ നമ്മളെ റേഷ്യോ കിട്ടി. കൈനറ്റിക് എനർജി ke1/ke2 എന്ന് പറഞ്ഞാൽ u1 സ്ക്വയർ ബൈ u2 സ്ക്വയർ ആണ്. സോ കൈനറ്റിക് എനർജി റേഷ്യോ ke1/ke2 is equal to u1 സ്ക്വയർ ബൈ u2 സ്ക്വയർ. u1 സ്ക്വയർ ബൈ u2 സ്ക്വയർ 1/4 ആണ്. സോ അത് ഇവിടെ കൊടുത്തു. സോ ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ടു ദ ഫൈനൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ സെക്കൻഡ് ബോഡി. ഓക്കെ, സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മേ ബി ദേ ക്യാൻ ആസ്ക്. ഓക്കെ, അവർക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ചോദിച്ചാൽ ഇതേപോലെയൊക്കെ ചെയ്തു വെക്കുക. ഓക്കെ, വലിയ സംഭവമൊന്നുമല്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇലാസ്റ്റിക്സ് പറഞ്ഞ സ്പ്രിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വേണം. അത് മസ്റ്റ് ആണ്, അത് എൻ്റെ ഒരു നിർബന്ധമാണ്. സ്പ്രിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വേണം. ഓക്കെ, സോ അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ 24th ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ ഒന്നാമത്തെ ഇലാസ്റ്റിക് സ്പ്രിങ് ഓഫ് ലെങ്ത് എൽ. അപ്പൊ ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, അതിന്റെ ലെങ്ത് എത്ര? എൽ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ലെങ്ത് എൽ ആണ്. ഒരു മാസ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് എൽ ആണ്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എൽ ആണ്. ഓക്കെ ഓക്കെ ആൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റ് കെ. ഇതിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ആണ്. ഈ സ്ട്രെച്ച്ഡ് ബൈ ആൻ എമൗണ്ട് ഓഫ് എക്സ്. സോ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ താഴോട്ട് വലിച്ചു. ഓക്കെ, സോ അതിന്റെ പൊസിഷൻ ഇവിടുന്ന് താഴോട്ട് വലിച്ചു. സോ ഇവിടുന്ന് തൊട്ട് വരുന്ന ദൂരം എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദെൻ സ്ട്രെച്ച്ഡ് ഫർദർ ത്രൂ വൈ. ഓക്കെ, ആ സാധനത്തിന് തന്നെ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ആ സാധനത്തിന് തന്നെ സോ ആ സാധനം എക്സ് വരെ സ്ട്രെച്ച് ആയി കിടക്കുകയാണ്. ഓക്കെ, എക്സ് വരെ സ്ട്രെച്ച് ആയി കിടക്കുകയാണ്. അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? വീണ്ടും ഒരു വൈ കൂടെ വലിച്ചു. അപ്പൊ മാസ് പറയണം, അതിനെ പിടിച്ച് വീണ്ടും വലിച്ചു. സോ വീണ്ടും വലിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വൈ നിർത്തി. സോ ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ എക്സ് ഉണ്ട് വൈ ഉണ്ട്. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചത്? വർക്ക് ഡൺ ഇൻ ദ സെക്കൻഡ് സ്ട്രിങ് അലോങ്. ഓക്കെ, രണ്ടാമത്തെ സ്ട്രിങ്ങില് മാത്രമുള്ള വർക്കാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്ട്രിങ്ങിൽ മാത്രമുള്ള വർക്ക് മീൻസ് രണ്ടാമത്തെ സ്ട്രിങ്ങിൽ മാത്രമുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ വൈയില് മാത്രമുള്ള വർക്കാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, സ്ട്രിങ് അലോൺ. ഇതിന്റെ സെക്കൻഡ് സ്ട്രിങ് അലോൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രിങ് അലോൺ എന്ന് പറഞ്ഞാൽ ഇത് വൈ വരെയാണ് വലിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ് ഉള്ള സാധനം ആദ്യം വലിച്ചു, പിന്നെ എക്സിന്റെ കൂടെ വൈ കൂടെ വലിച്ചു. നമുക്ക് വൈ മാത്രമുള്ളതാണ് കിട്ടേണ്ടത്. വൈ മാത്രം വലിക്കാനുള്ള വർക്കാണ് കിട്ടേണ്ടത്. ഓക്കെ, സോ ഇത് ഒന്നാമത്തെ കേസ്. ഓക്കെ, നമുക്കറിയാം ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പ്രിങ് ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. സോ അതൊരു വർക്ക് തന്നെയാണ്. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. സോ ഓക്കെ, ഇത് ഒന്നാമത്തെ കേസ് ആണ്. സോ ഇവിടെ എന്താ വരിക? W1 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് തന്നെയാണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് എക്സ് പ്ലസ് വൈ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ W2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. സോ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടത് ഈ വൈ മാത്രമാണ്. ഓക്കെ, ഇത് വൈ മാത്രമാണ്. സോ വൈ മാത്രം ചെയ്യുന്ന വർക്കാണ് നമുക്ക് കിട്ടേണ്ടത്. വൈ അതായത് ഇവിടുന്നൊട്ട് ഇതുവരെ മാത്രം വലിക്കാനുള്ള വർക്കാണ് നമുക്ക് കിട്ടേണ്ടത്. സോ അതെങ്ങനെ കാണും? വളരെ സിമ്പിൾ ആണ്. ഈ വർക്കിന്ന് ഈ വർക്ക് കുറച്ചാൽ മതി. ഓക്കെ, ഈ വർക്കിന്ന് ഇത് മൊത്തം എക്സ് പ്ലസ് വൈ ചെയ്ത വർക്കാണ്. ആ വർക്കിന്ന് അവിടെ എക്സ് ചെയ്ത വർക്ക് ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. ആ വർക്കിന്ന് കുറച്ചാൽ നമുക്ക് ആരെ കിട്ടും? വൈ കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്തു? വൈ മാത്രം ഉള്ളത് കുറക്കാൻ. സോ വൈ മാത്രം ഉള്ളത് കാണാൻ നമുക്ക് ആ വർക്ക് W ആണ്. സോ W2 മൈനസ് എന്ത് ചെയ്താൽ മതി? W1 ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ W is equal to W2 എന്താണ്? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യും? സോ ഇത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ
ഹാഫ് കെ രണ്ടോടത്തും ഉണ്ട്. സോ ടേക്ക് ദാറ്റ് ആസ് എ കോൺസ്റ്റന്റ്. സോ ഹാഫ് കെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഉണ്ട്, മൈനസ് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ. ഇനി എക്സ് പ്ലസ് വൈ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട്. സോ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy മൈനസ് എന്താണ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. സോ എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, സോ ബാക്കി എന്താ ഇവിടെ ഉള്ളത്? സോ ബാക്കി എന്താ ഉള്ളത്? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവനെ പിടിച്ച് പുറത്തേക്ക് എടുക്കാം. ഇവിടെ രണ്ടിടത്തും വൈ ഉണ്ട്. ഓക്കെ, വൈനെ പിടിച്ച് പുറത്തേക്ക് എടുക്കാം. സോറി ഹാഫ് കെ ഇൻറ്റു വൈനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹാഫ് കെ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 2xy y പോയ 2x പ്ലസ് വൈ സ്ക്വയറിന് ഒരു y പോയ y. ഓക്കെ, സോ ദിസ് ഈസ് ദ വർക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടെത്തിയ വർക്ക്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ മൊത്തം എക്സിലുള്ള വർക്ക് ഇതാണ്. സോ എക്സ് വരെയുള്ള വർക്ക് ഇവിടെ ഉണ്ട്. സോ എക്സ് പ്ലസ് വൈ കൂടെ രണ്ടും കൂടെ മൈനസ് ചെയ്ത് നമുക്ക് y കിട്ടും. ഓക്കെ, സോ വെരി 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 സിമ്പിൾ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ.